നമസ്തേ ആപ് സഭിക്കോ ഹമാരെ ചാനൽ पर हार्दिक स्वागत है എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ആദികാലീന സാഹിത്യത്തിലെ സിദ്ധസാഹിത്യമാണ് പഠിക്കുന്നത്. സിദ്ധസാഹിത്യവും അതിലെ പ്രധാനപ്പെട്ട കവികളും പേരുകളുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വളരെ ഷോർട്ടായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്, അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. ആദികാലീന സാഹിത്യ को 3 ഭാഗോं में बांटा है. ആദികാലീന സാഹിത്യത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. 1 ധാർമ്മിക് സാഹിത്യ, 2 ലൗകിക് സാഹിത്യ, 3 രാസോ സാഹിത്യ. ഇങ്ങനെ 3ആയിട്ടാണ് ആദികാലീന സാഹിത്യത്തെ തിരിച്ചിട്ടുള്ളത്. അതിൽ ധാർമ്മിക് സാഹിത്യത്തിൽ വരുന്നതാണ് സിദ്ധ സാഹിത്യ, നാഥ സാഹിത്യ, ജൈന സാഹിത്യ. ഇവ 3ഉം ധാർമ്മിക് സാഹിത്യത്തിൽ വരുന്നതാണ്. അപ്പോൾ ധാർമ്മിക സാഹിത്യത്തിലെ ഒന്നാമത്തെ ഭേദമാണ് സിദ്ധസാഹിത്യം. ആ സിദ്ധസാഹിത്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സിദ്ധസാഹിത്യം എന്താണ്? बुद्ध मत के वज्रयान तत्व के प्रचार प्रसार के लिए बनाई गई साहित्य है सिद्ध साहित्य. इसकी भाषा देश भाषा है. उसे സാന്ധ്യ ഭാഷ कहलाती है. ദേവഭാഷ എന്നാണ് എഴുതിയിട്ടുള്ളത്, ദേശഭാഷയാണ് കേട്ടോ. ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ദേശഭാഷ എന്നാണ് കേട്ടോ, ഇത് തിരുത്തണേ. അപ്പോൾ ബുദ്ധമതത്തിൻ്റെ വജ്രയാൻ തത്വത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഭാഷയാണ്, ഉണ്ടാക്കിയ സാഹിത്യമാണ് സിദ്ധസാഹിത്യം. അതിൻ്റെ ഭാഷ എന്താണ്? സാന്ധ്യ ഭാഷയാണ്. അതായത് ദേശഭാഷയിലാണ് എഴുതിയത്, അതിനെയാണ് നമ്മൾ സാന്ധ്യഭാഷ എന്ന് വിളിക്കുന്നത്. നീതിയ ആചാർ സംബന്ധിत साहित्य है കേട്ടോ. उपदेशपरक साहित्य है. अर्धमागधी अपभ्रंश से सांध्य भाषा का विकास हुआ. भरत मुनि ने लोक भाषा को अपभ्रंश नाम न देकर देश भाषा कहा है. അപ്പോൾ ഭരതമുനി ലോകഭാഷയ്ക്ക് എന്താ അപഭ്രംശ പേര് കൊടുക്കാതെ ദേശഭാഷ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഭരതമുനിയാണ് ദേശഭാഷ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഉപദേശപരക സാഹിത്യമാണ് സിദ്ധസാഹിത്യം. ആർദ്ധമാഗധി അപഭ്രംശത്തിൽ നിന്നാണ് സാന്ധ്യഭാഷയുടെ വികാസം ഉണ്ടായിട്ടുള്ളത്. അത്രയും പഠിച്ചു വെക്കുക. ബൗദ്ധ്ഖാൻ और दूहा सिद्धों की रचना संग्रह है. सिद्धों के नाम के पीछे पा जोड़ते हैं. नालंदा विद्यापीठ उनका आस्थान है. അപ്പോൾ നാളന്ദ വിദ്യാപീഠം ഇവരുടെ താവളമാണ്. സിദ്ധോം കെ നാം കെ പീछे, സിദ്ധന്മാരെ പേരുകളുടെ അവസാനം എന്താ? പാ പ്രത്യയ് ജോഡ്തേ ഹെ, പാ ജോഡ്തേ ഹെ. അങ്ങനെയാണ് ഇവരുടെ പേരുകൾ പറയുന്നത്. അപ്പം നമുക്ക് കവികളൊന്ന് പരിചയപ്പെടാം. സർഹപ്പ, ശബരപ്പ, ലൂയിപ്പ, ദോംബിപ്പ, കൺഹപ്പ, കുക്കുരിപ്പ, കമ്പൾപ്പ, ഗരിഹപ്പ. അപ്പോൾ പാ കണ്ടോ വരുന്നത് അവസാനം? അതാണ് നമ്മൾ പറഞ്ഞത് നാം കെ പീछे പാ ജോഡ്തേ ഹെ. അപ്പോൾ സിദ്ധോം കി സംഖ്യ 84 ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.